40-45 വർഷം ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇറാനിൽ ഹാർഡ് കോറായിട്ടുള്ള ഇസ്ലാമിക ഭരണമായിരുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്. ഖുമൈനി ഷിയ ഭരണം ഏറ്റവും ശക്തമായ രീതിയിൽ മനുഷ്യൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തി ആ രാജ്യം ഭരിച്ചിട്ട് നിങ്ങൾ കണ്ട് രണ്ട് ഇൻസിഡൻ്റാണ് ഈ രാജ്യത്തെ എക്സ്പോസ് ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ ഇൻസിഡൻറ്റ്, അവർ ഇറാൻ എന്ന് പറയുന്ന രാജ്യം 300ഓളം ഡ്രോൺസും മിസൈൽസും കൂടെ ഇസ്രായേലിലോട്ട് അയക്കുന്നു. ഡ്രോൺ പോയ സ്പീഡ് നിങ്ങൾക്കറിയാം, 200 കിലോമീറ്റർ സ്പീഡ്. അതായത് കേരളത്തിൽ നിന്നൊരു KSRTC ബസ്സിൻ്റെ നല്ല ഫാസ്റ്റായിട്ട് NH കൂടെ പോകുമ്പോൾ അതിൻ്റെ സ്പീഡാണ് ഡ്രോണിനുള്ളത്. അതേപോലെ തന്നെ മനസ്സിലാക്കുക, അവരുടെ മിസൈൽ, ലോകത്ത് സൂപ്പർസോണിക് മിസൈലാണ് ഉള്ളത്. ഇപ്പോഴ് 10 സെക്കൻഡിനുള്ളിൽ 1000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈലുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അതാണ് ഇസ്രായേലും അമേരിക്കയൊക്കെ യൂസ് ചെയ്യുന്നത്, ലോകത്തിലെ പല രാജ്യങ്ങളും യൂസ് ചെയ്യുന്നു. ഇവരുടെ ഏകദേശം 1000 കിലോമീറ്റർ പോകാൻ വീണ്ടും 10-15 മിനിറ്റാണ് എടുക്കുന്നത്. ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്തു. കാരണം ഈ രാജ്യത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, ഓയിൽ പണമുണ്ട്, റിച്ച് ആയിട്ടുള്ള മിനറലുണ്ട്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും വർഷത്തെ സാങ്ഷൻ കൊണ്ട് ഈ രാജ്യത്തിൻ്റെ എവിടെ നിന്ന് എവിടെ വരെ എത്തി. അടുത്ത പ്രധാന തെളിവാണ് അവരുടെ ഹെലികോപ്റ്റർ. ഏകദേശം ബെല്ലെന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി കൊടുത്ത 40-45 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്റർ. അതിലാണ് പ്രസിഡന്റ് റൈസി പോയിട്ട്, നമ്മൾ ഈ അപകട മരണം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുന്നൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കുന്നു ആലോചിച്ച് നോക്കണം. അതായത് നിങ്ങൾ ഒരേ 2 ഇൻസിഡൻ്റാണ് ഈ അടുത്ത സമയത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടായത്. അതായത് മനസ്സിലാക്കുക, ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തി രാജ്യമാണ് നേപ്പാൾ, അതേപോലെ ഇന്ത്യയുടെ അതിർത്തി രാജ്യമാണ് ഭൂട്ടാൻ. ഈ 2 രാജ്യങ്ങൾക്കും അവരുടെ ഭരണത്തലവന്മാർക്ക് പോകുവാൻ കഴിഞ്ഞ 5 വർഷം മുമ്പ് നിർമ്മിച്ച, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് നിർമ്മിച്ച യാത്രാ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് ഉള്ളത്. മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകൾക്കും, പല സ്റ്റേറ്റുകൾക്ക് സ്വന്തമായിട്ട് ഹെലികോപ്റ്ററുണ്ട്. ഇപ്പം ഇന്ത്യയുടെ ചില മുതലാളിമാർക്ക് സ്വന്തമായിട്ട് ഹെലികോപ്റ്ററുണ്ട്, ഫ്ലൈറ്റുകളുണ്ട്, ഇതൊക്കെയുണ്ട്. അതിന് ഇത്ര വർഷത്തെ പഴക്കമേ ഉള്ളൂ. പക്ഷേ ഇറാൻ്റെ ഭരണാധികാരികൾക്ക് ഇസ്ലാമിക ഭരണം കൊണ്ട് കിട്ടിയ സംഭവം, അവർക്ക് ഹെലികോപ്റ്റർ പുറത്തുള്ളുന്ന ഒരു രാജ്യത്തു നിന്ന് വാങ്ങാൻ സാധിക്കില്ല, അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുകയില്ല. അടുത്ത ചോദ്യം പലരും ചോദിക്കുന്നത്, ഇവർക്ക് എന്തുകൊണ്ട് റഷ്യയുടെ MI ആ ഹെലികോപ്റ്റർ ഇവർക്ക് യൂസ് ചെയ്തുകൂടാ? വീണ്ടും പറയാം, റഷ്യ ഗവൺമെൻറ് ആ ഹെലികോപ്റ്റർ ആണിത് ഉണ്ടാക്കുന്നത്. പക്ഷേ ആ ഹെലികോപ്റ്ററിന് വേണ്ട പല സാധനങ്ങളും കൊടുക്കുന്നത് റഷ്യയിലുള്ള പ്രൈവറ്റ് കമ്പനികളാണ്. കാരണം ഈ സാധനങ്ങൾ പ്രൈവറ്റ് കമ്പനികൾ ഈ സാധനം റഷ്യൻ ഹെലികോപ്റ്ററിന് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് റഷ്യ ഇറാന് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനിയുടെ മുകളിൽ സാങ്ഷൻ വരും. അതുകൊണ്ടാണ് റഷ്യ പോലും ഹെലികോപ്റ്റർ കൊടുക്കാത്തത്. ആലോചിച്ച് നോക്കേണ്ട സംഭവമല്ലേ ഇത്? അതേപോലെ എടുത്തു നോക്കുക, കഴിഞ്ഞ 10-15 വർഷം എത്രമാത്രം എയർ ക്രാഷുകളാണ് ലോകം കണ്ടത്. ഇറാനിൽ മാത്രം ചിലതൊന്നും പുറത്തറിഞ്ഞിട്ട് പോലുമില്ല. ഈ പാട്ട സാധനം കൊണ്ടാണ് സൂപ്പർസോണിക് അത്യാധുനികമായ ഇസ്രായേലിനെ അമേരിക്ക ഇവർ ത്രട്ട് ചെയ്യാൻ പോയേക്കുന്നേ. ആ വിഡിത്തം അന്ന് നടന്ന് ഇറാൻ അന്ന് മിസൈലും ഡ്രോണും അയച്ചു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും മനസ്സിലായി ഇത്രേ ഉള്ളൂ, പണം ഉണ്ടെങ്കിലും വാങ്ങാൻ പറ്റില്ല. ഒരു രാജ്യത്തിൻ്റെ ഗതികേടാണ്. അപ്പം ആ രാജ്യം എന്ന് പറയുന്ന അവരുടെ ടെക്നോളജി, ഇവിടെ ഒത്തിരി ഈ ഇറാൻ ഫാനുകളും ഹമാസ് ഫാനുകളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ അവർ ചെയ്തു, എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവരോട് ചോദിക്കുകയാണ്, കാരണം അങ്ങനെ പറയുന്നവർ ഇറാൻ്റെ ഫാനുകൾ ഹമാസിൻ്റെ ഫാനുകളോടും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ, ഇതാണോ നിങ്ങൾ ഈ പറഞ്ഞ സൂപ്പർ ടെക്നോളജി, ഏറ്റവും അത്യാധുനിക ഇറാൻ്റെ സംഭവം? ഇതേ ഉള്ളൂ ഈ സംഭവം.
അതായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഉപയോഗിച്ച ടാങ്കുകൾ, അതും വെച്ചോണ്ടാണ് ഈ പാട്ടസാധനം, ആക്രി സാധനം വെച്ചോണ്ടാണ് ഒരു രാജ്യവുമായിട്ട്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് ഇത് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കുകയില്ല. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ ഇറാൻ പിന്മാറിയത്. അവർക്കറിയാം. അതായത് ഈ ഫാനുകളായ നിങ്ങളെക്കാളും എത്രയോ വ്യക്തമായിട്ട് ഇറാനിലെ പട്ടാള മേധാവികൾക്കൊക്കെ പൂർണ്ണമായിട്ടും അറിയാം അവരിത്രയേ ഉള്ളൂ എന്ന്. കാരണം വെറുതെ വീരവാദം മുഴക്കുകയാണ്. എന്തൊക്കെ വീരവാദമാണ് ഹമാസും ഇറാനും ഹൂത്തികളും ഹിസ്ബുള്ളൊക്കെ മുടക്കിയത് ഈ ഒക്ടോബർ 7 ശേഷം. അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും, ഞങ്ങൾ അത് ചെയ്യും. എന്തെങ്കിലും ഇവർക്ക് അതിനുശേഷം ചെയ്യാൻ സാധിച്ചോ? കാരണം പാട്ടസാധനമാണ്. ഇപ്പം അങ്ങനെയുള്ള രാജ്യത്ത്, ഇസ്ലാമിക റിപ്പബ്ലിക്കായ രാജ്യത്തെ ഇസ്ലാമിക ഭരണം കൊണ്ടാണ് ഇതിനെ ഈ ഗതികേടിലോട്ട് കൊണ്ടുപോയത്. മതഭരണമായിരുന്നു അവിടെ. എഡ്യൂക്കേഷൻ, ടെക്നോളജി, അത്യാധുനിക സംഭവം, സ്വാതന്ത്ര്യമില്ല. ലോകത്തൊരു രാജ്യങ്ങളും അവരുമായിട്ട് സൗഹൃദത്തിൽ ഉണ്ടാകാൻ പറ്റുന്നില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അവരുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു. ഫുഡ് ഫോർ ഓയിൽ എന്ന് പറയുന്ന സാങ്ഷനുണ്ട്. അതിൻ്റെ പേരിൽ അവിടുന്ന് ഓയിൽ മേടിച്ചാൽ അവർക്ക് സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കാം. ഇന്ത്യക്കാണ് ഏകദേശം $30 അവർ ബാരൽ ഓയിൽ വിറ്റുകൊണ്ടിരുന്നത്. അതായത് ഒരു കാലത്ത് യൂറോപ്പ് പോലെയുള്ളൊരു രാജ്യമായിരുന്നു ഇറാൻ. അവിടെ ഈ മതവും ഇസ്ലാമും കയറിയിട്ട് നശിപ്പിച്ചത് മനസ്സിലാക്കുക. ആ രാജ്യത്തിൻ്റെ പോക്ക്, അത് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. പേർഷ്യൻസ് എന്ന് പറയുന്നത്, ഇറാനിയൻസ് എന്ന് പറയുന്നത് നമ്മൾ അറബ് രാജ്യത്തെ മുഴുവൻ എടുക്കുവാണെങ്കിലും യൂറോപ്യൻസിനെ പോലെ കഴിവുള്ളവരാണ്. അവർ എഡ്യൂക്കേഷനാണെങ്കിലും, അവർ അന്നത്തെ കാലത്ത് കൾച്ചറാണെങ്കിലും, സിനിമയാണെങ്കിലും, പുസ്തകം എഴുതുന്ന കാര്യത്തിലാണെങ്കിലും അതെല്ലാം ആ രാജ്യത്തെ നശിപ്പിച്ചു. അതല്ലേ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ രാജ്യത്തലവിന് സഞ്ചരിക്കുവാൻ പോലും ഹെലികോപ്റ്റർ ഇല്ല. അത് ഏത് സമയത്തും താഴെ പോകുന്ന സാധനം. അത് ഒരു പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ടിലോട്ട് കയറുന്നു. എന്തുകൊണ്ടാണ് ഞാൻ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞത്, അതായത് ഇസ്രായേലാണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നുള്ളതിന് പറഞ്ഞ് 2-3 കാരണങ്ങളുണ്ട്. അപ്പോൾ പല ആൾക്കാരും അതിൻ്റെ താഴെ ചോദിച്ചിരിക്കുന്നത് എന്താണ് അതിൻ്റെ റീസൺ. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇറാൻ ഇസ്രായേലിലോട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഏകദേശം 300 ഡ്രോൺസും മിസൈലും ഒക്കെ. അതിൻ്റെ പൂർണ്ണമായ രൂപം ഏകദേശം ഒരു ദിവസം മുമ്പ് ഇസ്രായേലി പട്ടാളത്തിനും അമേരിക്കയ്ക്കും അതിൻ്റെ പൂർണ്ണമായിട്ട് രഹസ്യം കിട്ടുന്നു. ഇത്രയാണ് വരുന്നത്. അതായത് ഇറാനിയൻ പട്ടാളത്തിൻ്റെ അകത്തും ഭരണകൂടത്തിനകത്തും മൊസാദ് കയറിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പം നിങ്ങൾക്കറിയാം ഇറാൻ പ്രോക്സീസിനെ വെച്ചാണ് ഹിസ്ബുള്ള, ഹമാസ്, ഈ പറയുന്ന പ്രോക്സീസിനെ വെച്ചാണ് അവർ ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, ഹൂത്തികൾ ഉൾപ്പെടെ. ഈ സമയത്ത് ഇറാൻ്റെ ജനറൽമാർ ഇറാൻ വിട്ട് എവിടൊക്കെ പോകുന്നു അതിൻ്റെ A-to-Z കാര്യങ്ങൾ ഇസ്രായേലിന് കൈമാറുന്നു. ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഓരോ ജനറലും എവിടെ പോകുന്നു അവിടെയാണ് ഇവർ കൊണ്ട് ബോംബിടുന്നത്. ഇറാൻ്റെ അകത്തല്ല. ഇറാൻ്റെ പുറത്ത് പോകുമ്പോഴാണ്, ഡമാസ്കസ് ആണെങ്കിലും ലെബനൻ ആണെങ്കിലും ഈ പല ഭാഗത്തും പോകുമ്പോൾ അവിടെയാണ് കൊണ്ട് ബോംബിടുന്നത്. ഇനി നോക്കുക, ഇറാൻ്റെ സയൻറ്റിസ്റ്റുകൾ അവരെവിടെ പോകുന്നു അവനെ അറ്റാക്ക് ചെയ്ത് കൊല്ലും. ഇറാൻ്റെ അകത്ത് ടെഹ്റാനിൽ കയറി അറ്റാക്ക് ചെയ്ത് കൊന്നു. ഇതിൻ്റെ അകത്തുനിന്ന് എന്താ പഠിക്കേണ്ടത്? ഇവർ ഓരോ വിവരവും കൃത്യമായിട്ട് കിട്ടുന്നു. ഈ ഇറാനിയൻ പത്രങ്ങളും മീഡിയയും പറയുന്നത് ഏകദേശം ഉച്ച സമയത്താണ് പറയുന്നത്, അവർ ഇറാനിയൻ പ്രസിഡന്റ് അദ്ദേഹം ഹാർഡ് ലാൻഡിംഗ് എന്ന് മാത്രമാണ് വാക്ക് ഉപയോഗിച്ചത്. അപ്പം ആദ്യം അവിടെ എല്ലാവരും വിചാരിച്ചത്, കാരണം അവിടുത്തെ വെബ്സൈറ്റിൽ വന്നുകൊണ്ടിരുന്നത് കാറ് എവിടോ കൊണ്ട് ഇടിച്ചു, ഇതാണ് അവർ ആദ്യം വിചാരിക്കുന്നത്. ആ ഒരു സമയത്ത് ഇസ്രായേലി പത്രങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തു ഇയാൾ തട്ടിപ്പോയി. അത് റെയ്സി തട്ടിപ്പോയത് അപ്പോഴേ അവർ റിപ്പോർട്ട് ചെയ്തു.
അതിനുശേഷമാണ് UAE, അതായത് ടർക്കിയുടെ UAE അവരുടെ ഡ്രോൺ വന്നിട്ട് ഈ അവിടെ പ്രത്യേകം കൊണ്ടുവന്നിട്ട് അവർ നിരീക്ഷണം നടത്തി. കാരണം ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രോൺ ഒരു കുന്തവും അവിടെ നടത്താൻ സാധിച്ചില്ല. കാരണം അവർക്കിതൊന്നും അറിയത്തില്ല. അവർ ലേറ്റസ്റ്റ് അപ്ഗ്രേഡഡ് ടെക്നോളജി ഒന്നും അവരുടെ കയ്യിലില്ല. ഇവിടെയുള്ള കുറച്ച് ഫാനുകൾ പറഞ്ഞു കിടക്കുന്നല്ലാതെ അവർക്കൊരു കുന്തവും ഇല്ല. അവർക്കറിയാം. അവസാനം ടർക്കിയിൽ നിന്ന് ഡ്രോൺ കൊണ്ടുവന്നിട്ട് മനുഷ്യ ശരീരത്തിന്റെ ചൂട്, ഹീറ്റ്, അതായത് അവിടെ കത്തിക്കരിഞ്ഞ ഹെലികോപ്റ്ററിന്റെ ഹീറ്റ് അനുസരിച്ചിട്ടാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്ന സ്പോട്ട് ഇവിടെയാണ്. അപ്പൊ ഇവരുടെ സെർച്ച് ഓപ്പറേഷൻ അങ്ങോട്ടങ്ങ് പോയി. ഇങ്ങനെയാണ് അവർ കണ്ടുപിടിക്കുന്നത്. അപ്പം അത് പെട്ടെന്ന് തന്നെ ഏറ്റവും ആദ്യം 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേലി ഓഫീസേഴ്സും ഇസ്രായേലി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു, അമേരിക്കൻ പ്രസിഡന്റ് പെട്ടെന്ന് ഈ ടൂറ് ആക്സിഡന്റ് ആയി, അതായത് ക്രാഷ് ആയെന്നല്ല, ഹാർഡ് ലാൻഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ടൂറ് നിർത്തി അദ്ദേഹം തിരിച്ചു വരുന്നു. ഉറപ്പായിട്ടും ഈ ഓപ്പറേഷന് മുമ്പായിട്ട് അമേരിക്ക അറിഞ്ഞു കാണും. അപ്പോൾ ഏത് രീതിയിലാണിത് ഓപ്പറേഷൻ നടത്തുന്നത് അതിനെപ്പറ്റിയൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് പലതും. ഒരിക്കലും ഇറാൻ തൽക്കാലത്തേക്ക് സമ്മതിക്കുകയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന്. ഇസ്രായേലും ഒരു കാരണവശാലും അവർ ക്ലെയിം ചെയ്യത്തില്ല. പക്ഷെ ഇസ്രായേലിന്റെ പദ്ധതി തന്നെയായിരുന്നു. ഇനി അവരുടെ ഓരോ ലീഡേഴ്സിനെ തട്ടും. ഇറാനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിന്റെ അജണ്ടയായിട്ട് മാറി. കാരണം ഇതേപോലെ പോവുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യത്തിന് മുന്നിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതേപോലെ പ്രോക്സീസിനെ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ അതിനെന്താണ് ഒരു വഴി? ഇതിന്റെ ഭാഗമായിട്ടാണ് ഡിഫൻസിന്റെ ആൾക്കാരെ അവരെയും ഓരോരുത്തരായിട്ട് ഇവർ വകവരുത്തുന്നത്. ഇതിന്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ റോക്കറ്റ് ടെക്നോളജി തലയിൽ വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട് ഇസ്രായേൽ ഇത് ചെയ്യുന്നു? ഇസ്രായേൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്ക് എതിരായിട്ട് ആര് വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം അതെങ്ങനെ അറ്റാക്ക്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, അസർബൈജാനിൽ ഇങ്ങനൊരു വിസിറ്റിന്റെ കാര്യം ഇതൊന്നും ലോക മീഡിയ ഒന്നും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യവും ഇറാനുമായിട്ട് അത്ര ബന്ധത്തിലുമല്ല. അസർബൈജാന്റെ ഏറ്റവും അടുത്ത രാജ്യമാണ് ഇസ്രായേൽ. ഇന്നും അസർബൈജാനാണ് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കൊടുക്കുന്ന രാജ്യം. ഈ രാജ്യവുമായിട്ട് ട്രേഡ് ഏറ്റവും നല്ലപോലെ നടക്കുന്ന രാജ്യമാണ് അസർബൈജാനും ഇസ്രായേലും. അതൊരിക്കലും മറക്കരുത്. അപ്പൊ എങ്ങനെ സംഭവിച്ചു